ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നലെ അമ്മമ്മയുടെ അടുത്ത് പോകുന്ന വീഡിയോ വരെയാണ് കണ്ടതല്ലേ. അമ്മമ്മയുടെ അടുത്ത് നിന്ന് വൈകുന്നേരം ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ചങ്ങനാശ്ശേരിക്ക് ചിറ്റപ്പൻ്റെയും അതായത് അച്ഛൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അവിടെ കുഞ്ഞമ്മയും ചിറ്റപ്പനും അതായത് കുഞ്ഞമ്മയുടെ മോനും മോളും എല്ലാവരും ഉണ്ട്, എൻ്റെ വിനോദ ചിറ്റപ്പനും കൊച്ചുമോൾ ചിറ്റയൊക്കെ. അപ്പോൾ അവിടെ ചെന്ന് അവരെല്ലാം കണ്ടപ്പോഴത്തേക്കാണ് അറിയുന്നത് നമ്മുടെ ദൃശ്യം 3യുടെ ഫാൻ ഷോയുടെ 2 ടിക്കറ്റ് അവരുടെ എക്സ്ട്രാ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്നോന്ന്. അപ്പോൾ നമ്മൾ ഓൾറെഡി കാണാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന മൂവിയാണ് അന്ന് തന്നെ, അതായത് റിലീസ് ആവുന്ന അന്ന് തന്നെ ഉച്ചയ്ക്ക് 11 മണിക്ക്. അപ്പോൾ ചിറ്റപ്പൻ പറഞ്ഞു ഫാൻ ഷോ ആണ്, രാവിലെ 7:30ക്കാണ്, നീ വരുന്നെങ്കിൽ വായോ, ഇവിടുന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫാൻ ഷോ എന്ന് കേട്ടപ്പോൾ പ്രജി വിചാരിച്ചു എന്നാൽ പിന്നെ കൊള്ളാം, നമ്മൾ എന്തായാലും 11 മണിക്ക് ചെയ്യേണ്ട കാര്യമാണ്, പക്ഷെ കുറച്ചും കൂടെ നേരത്തെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാമല്ലോ എന്ന് കരുതി. അപ്പോൾ കിട്ടിയ ടിക്കറ്റ് ഏതായാലും ശമ്പൂട്ടൻ സിനിമയ്ക്ക് വരുന്നുമില്ല. അപ്പോൾ പിന്നെ കിട്ടിയ 2 ടിക്കറ്റിന് ഞങ്ങൾ രാവിലെ 6 മണിയായപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് 6:15 ആയപ്പോൾ പുറപ്പെട്ട് 7 മണിയൊക്കെ ആയപ്പോഴത്തേന് ഇവിടെ എത്തി. കാരണം 7:30ക്കാണ് ഷോ തുടങ്ങുന്നതെങ്കിലും ഇവിടുത്തെ പരിപാടിയൊക്കെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ, കല്യാണത്തിന് ശേഷമാണ് തിയേറ്ററിൽ പോയിട്ട് ഇത്രയും മൂവീസ് ഞാൻ കാണാൻ തുടങ്ങിയത്. അല്ലാതെ എനിക്ക് തിയേറ്ററിൽ പോയി മൂവി കണ്ടൊരു ഓർമ്മ പോലും ഇല്ല. രണ്ടാമത്തെ കാര്യം, ഓർമ്മയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഡൽഹിയിലായിരുന്നപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ 1-2 വട്ടം പോയിട്ടുണ്ട് എന്നല്ലാണ്ട് അങ്ങനെ ഫാമിലി ആയിട്ട് പോയിട്ടൊരു എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. രണ്ടാമത്, പ്രജി ഒരുവിധം എല്ലാ സിനിമയും വരുന്നത് കാണുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ലീവ് കിട്ടുമ്പോഴാണ് അങ്ങനെ പറ്റുന്നിടത്തോളം, അതായത് കേരളത്തിലുള്ളപ്പോഴാണ് നമുക്ക് പറ്റുന്നിടത്തോളം കാണാൻ പറ്റുക. ഇപ്പോൾ കൊച്ചിയിലായതുകൊണ്ട് നമ്മൾ എല്ലാ മൂവിയും വിടാതെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഫാൻ ഷോ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ അതെന്താണെന്ന് അറിയാമല്ലോ എന്ന് എഴുതിയിട്ട് വന്നതാണ്. അപ്പോൾ ചിറ്റയാണ് പോകുന്നത്. ചിറ്റ പറഞ്ഞ് എനിക്ക് നല്ല ഏകദേശം ഒരു രൂപരേഖയുണ്ട്. അപ്പോൾ ഞങ്ങൾ ചിറ്റപ്പൻ്റെ ഫ്രണ്ട്സായിട്ടൊരു 10-15 പേരുണ്ട് കേട്ടോ. ആര്യ ചേച്ചിയും അതായത് സച്ചിൻ ചേട്ടൻ്റെ മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ, കുറേ പേര്. അങ്ങനെ നമ്മൾ ചെന്ന് ഇടിയും തിരക്കൊന്നും കൂടണ്ടല്ലോ, ഓൾറെഡി നമുക്ക് ടിക്കറ്റ് ഉണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അപ്പം നമ്മൾ മെല്ലെ തിരക്കുകളിൽ നിന്നും പെടാതെ സമാധാനത്തിൽ നമ്മളെല്ലാവരും കയറി തിയേറ്ററിലിരുന്ന് ജസ്റ്റ് ഇരിക്കുകയും മൂവി സ്റ്റാർട്ട് ചെയ്യുകയും എല്ലാം ഒരുമിച്ചായിരുന്നു കേട്ടോ. ഈ പരസ്യമൊന്നും അധികം കാണാൻ വേണ്ടി നിന്നിട്ടില്ല. പിന്നെ ഇപ്പം അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്നറിയുമോ? സത്യത്തിൽ ഈ സിഗരറ്റൊക്കെ കമ്പാരിറ്റീവ്ലി നമുക്ക് തോന്നുന്നു കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം മൊത്തത്തിൽ കഞ്ചാവാണ്. അപ്പം കഞ്ചാവെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഡ്രഗ്സ് എല്ലാം കൂടിയാണ് കേട്ടോ. നമ്മുടെ ഓപ്പറേഷൻ തൂഫാനൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിലൊന്നും പെടാതെ രക്ഷപ്പെട്ട് നടക്കും മക്കളെ. അതല്ലാതെ ഇപ്പം എന്ത് പറയാനാ, നമ്മുടെ ജനറേഷൻ എന്തായാലും രക്ഷപ്പെട്ടു പോകുന്നു കേട്ടോ. അതായത് എന്നെ പോലെ കുറച്ച് പേർ. അപ്പോൾ പിന്നെ ഇനി വരുന്ന ജനറേഷനെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം പേരൻസിനോട് ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. എന്നിരുന്നാലും ശരി, നമ്മുടെ ആശീർവാദ് സിനിമാസിൻ്റെ മൂവി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം 2014 തൊട്ടുള്ള ഒരു മൂവിയാണല്ലോ. അപ്പം അതിൻ്റെ ഏകദേശം ഒരു എല്ലാവർക്കും ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തുടക്കം തൊട്ടേ ഒന്ന് കാണിച്ചു വരുന്നുണ്ട്. മൂവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മൂവിയാണ്, എല്ലാവരും ഒരുവിധം കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇത്രയോ ലേറ്റ് ആയിട്ടാണ് ഈ വീഡിയോ ഇടുന്നതെന്ന് മനസ്സിലായില്ലേ. അത്രയും ഡിലേ ആയിപ്പോയി, കാരണം നാട്ടിലായിരുന്നു, നമ്മുടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ എല്ലാം കൊണ്ട് ഡിലേ ആയിപ്പോയി. വിട്ടേക്ക്, ക്ഷമിച്ചേക്ക്. അപ്പം അങ്ങനെ നമ്മൾ മൂവി എല്ലാം കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു തിരക്കായിരുന്നത് പദ്മയിലായിരുന്നു. അപ്പോൾ കൊച്ചിയിൽ പദ്മയിൽ കാണുമ്പോൾ ഈ ഒരു സമയത്ത് കുറേ പേര് നമ്മളോട് റിവ്യൂ എടുക്കാനും അതിനും ഇതിനും വീഡിയോ ഇട്ടൊക്കെ വരും. ഇവിടെ പക്ഷേ എല്ലാവരും ഇവരുടെ ഈ ഒരു പരിപാടിയുടെ വീഡിയോസാണ് എടുക്കുന്നത്. മോഹൻലാൽ ഫാൻസ് അറേഞ്ച് ചെയ്തതാണ് എന്നുള്ള കാര്യത്തിൽ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ എല്ലാ മൂവിക്കൊന്നും ഇല്ല, ഫാൻ ഷോയ്ക്ക് അങ്ങനെ നടത്തുന്ന പരിപാടിയാണിത്. ഞാൻ എൻ്റെ ആദ്യമായിട്ട് കാണുന്ന ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ് കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറോളം ഇതിന് സിനിമയ്ക്ക് മുമ്പും അതേപോലെ സിനിമ കഴിഞ്ഞ് ഏകദേശം അരമണിക്കൂറോളം ഈ ഒരു പ്രകടനം ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം അരമണിക്കൂറോളം നിന്നിട്ട് മോഹൻലാൽ ഫാൻസിൻ്റെ പ്രകടനവും ഡാൻസും പരിപാടിയും എല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഈ നിൽക്കുന്ന 3 പേരാണ് എൻ്റെ ജീവിതത്തിലെ കർണനും നെപ്പോളിയനും ഭഗത് സിംഗും ഒക്കെ. അപ്പം ഇവർ 3 പേരെ കൂടി ഒരു ഫ്രെയിമിൽ കാണാൻ നല്ല രസമില്ലേ. നമ്മൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും വിഷമം, സന്തോഷം, സങ്കടം, എന്ത് ഫീലിങ്സ് വന്നാലും എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരാളാണ് ചിറ്റ. അതേപോലെ ചിറ്റപ്പനും അതേപോലെ തന്നെ എൻ്റെ പ്രജിയും. ഇവർ 3 പേരും എൻ്റെ ഡയറീസാണ്. കാരണം ഇവർ 3 പേരും ഒരുവിധം എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പെരുമാറുന്നവരും കാണുന്നവരും ഒക്കെയാണ്. അപ്പം എന്തായാലും നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചു. അപ്പോൾ ഇന്നലെ വൈകിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാം സംസാരിച്ച് ഇന്ന് പിന്നെ മൂവിനെ കുറിച്ചെല്ലാം ഇങ്ങനെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ചിട്ട്
ഞങ്ങൾ പോരുകയാണ്. കാരണം ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ 3 സിസ്റ്റേഴ്സിൻ്റെ വീട്ടിൽ പോകണം. അതായത് എൻ്റെ അപ്പച്ചിമാരുടെ വീട്ടിൽ പോകണം. അപ്പോൾ ഇന്ന് 11 മണിക്ക് ഇറങ്ങിയാൽ നമുക്ക് ഇന്ന് രാത്രിയോടുകൂടി തിരിച്ച് വീട്ടിലെത്താൻ പറ്റും. എല്ലാം വേറെ വേറെ സ്ഥലങ്ങളിലാണല്ലോ. അപ്പോൾ പോകാം എന്നുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ ഉച്ചയോടുകൂടി ഇറങ്ങണം. ഇപ്പം ഏകദേശം സിനിമ കഴിഞ്ഞപ്പോഴത്തേക്ക് 11:30. അപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു 12 മണി. എങ്ങനെ 1 മണിയാകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് എല്ലായിടത്തും പോയിട്ട് വരാം. അപ്പം ഞാൻ വേഗം മാളൂട്ടിനെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. കൂട്ടത്തിൽ ചിറ്റയും വരുന്നുണ്ട്. ചിറ്റ ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അതാണ് വീഡിയോ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 11 മണിയായില്ലേ, രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ച് നമ്മുടെ ചായക്കടികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് വറക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് ചായക്കടികളൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഉണ്ട് അമ്മ നല്ല അടിപൊളിയായിട്ട് കപ്പ വേവിച്ചതും മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ശമ്പുട്ട് നമ്മളോട് ഉഴുന്നുവടയ്ക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അന്നേരം ആ സമയത്ത് കയറി മേടിച്ചത്. അപ്പം നമ്മൾ വയറ് നിറച്ച് കപ്പപ്പുഴുക്കും അതേപോലെ മീൻകറിയും കഴിച്ചു. ഈ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എല്ലാവർക്കും കൊടുത്തു, നമ്മളും കഴിച്ചു. പിന്നെ എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ തീർന്ന് ഞാൻ വീട്ടിൽ ഫോൺ വെച്ചിട്ടാണ് അപ്പച്ചിമാരുടെ വീട്ടിലേക്ക് പോകുന്നത്. കാരണം എന്തായാലും ഞാൻ അവിടെ ചെന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പോകുന്നില്ല. അവരുടെ കൂടെ അവരോട് സംസാരിച്ച് അവരുടെ കൂടെ എല്ലാവരെയും കണ്ട് സംസാരിച്ച് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ഞാനിങ്ങ് പോരും. എല്ലാവരും കൂടിയാണ് കേട്ടോ പോകുന്നത്, അമ്മയും ചാച്ചി ഞാനും എല്ലാവരും കൂടെ. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നൊരു മഴ വന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ ഒരു മരം ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിക്കുന്നില്ലേ, പേരമരമാണ്. അതോടുകൂടി കൊന്നമരം, അങ്ങനെ കുറച്ച് മരങ്ങൾ നിൽക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് മുള്ളാത്തയുടെ മരം നിൽക്കുന്നത്. അപ്പം ഇതിൽ 2 കായ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വരാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്ക് അത് താഴെ വീണ് പോകും എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു മുള്ളാത്ത പറിച്ച് അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പഴുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മുള്ളാത്ത, അതായത് ഒരു പഴം ഇന്ന് താഴെ വീണ് പോയി. അത് കണ്ടപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു മറ്റേത് പഴുത്തിട്ടുണ്ടാവും, നോക്കുന്ന വരുമ്പോഴത്തേനകത്ത് മൊത്തം കേടായിട്ടുണ്ട്. അപ്പം ആത്തച്ചക്കയല്ലേ, അപ്പോൾ ഉള്ള ഭാഗം കഴിക്കാമെന്ന് കരുതി ഞാനൊരു തുണ്ടെടുത്ത് കഴിച്ചു നോക്കി. ദൈവമേ, പൊളിച്ചിട്ട് വായി വെക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോഴത്തേക്ക് ആ മരം വെട്ടുന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. ഒന്നിനും കൊള്ളാത്ത ഒരു ഫ്രൂട്ട്. അങ്ങനെ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞ് പൂച്ചയ്ക്ക് ചോറ് കൊടുത്തിട്ട് വേണമല്ലോ പോകാനായിട്ട്. മഴയെല്ലാം തോർന്ന് കുറച്ചു നേരം കഴിഞ്ഞ് പൂച്ചയ്ക്ക് ചോറെല്ലാം കൊടുത്തിട്ട് നമ്മൾ നേരെ അപ്പച്ചിമാരുടെ വീട്ടിലേക്ക് പോകുന്നു. നമ്മുടെ ലീവ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് കൊച്ചിക്ക് പോവുകയാണ്. ആ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. ടാറ്റാ.